യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആരാ ഇത് പറഞ്ഞു? യുദ്ധം ചെയ്യാനുള്ള ശക്തി ഇന്നും എനിക്കുണ്ടെന്ന് 85 വയസ്സായ ഒരാൾ പറയുക. അന്ന് കിട്ടിയ ആ ശക്തി 85 വയസ്സാണ് എനിക്കിന്ന്, ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെല്ലാ കാര്യവും ചെയ്യാനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ടെന്ന്. അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ടെന്ന് സാക്ഷി പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ശക്തി വർഷങ്ങൾ കഴിയുമ്പോഴും അത് നിങ്ങളിൽ നിലനിൽക്കും. ബോധപൂർവം അത് കളഞ്ഞില്ലെങ്കിൽ, ഉഴപ്പി അത് വിലയില്ലാതെ കളഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളിൽ നിലനിൽക്കും. അത് നിങ്ങൾക്കത് ഒരു അനുഗ്രഹമായി മാറും. എന്തും ചെയ്യാനുള്ള ശക്തിയായി, അനുഗ്രഹമായി അത് ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കും. ചുമ്മാ പറയുവല്ല. ഈ വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ അർത്ഥം പിടികിട്ടുന്നത്. ജോഷുവ പറയുക, മോശ എന്നെ അയച്ചപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ അനുഗ്രഹം ഞാനിങ്ങനെ വിശ്വസിക്കുവാണ്. മോശ അനുഗ്രഹിച്ചയച്ചപ്പോൾ, അങ്ങനെ ഞാൻ ചേർക്കുക, അനുഗ്രഹിച്ചയച്ചപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന്, ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം നമ്മളിൽ അനുഗ്രഹമായിട്ട് വരും. അനുഗ്രഹത്തിൻ്റെ ഒരു വാക്കിന് ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് പറയുക, പ്രാർത്ഥിച്ചിട്ട് പറയുവാന്നിരിക്കട്ടെ, ഈ വീട് അനുഗ്രഹിക്കും കേട്ടോ, നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിൽ എത്തും കേട്ടോ. അത് അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. അടുത്ത മാസം ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. വരുന്ന വർഷങ്ങളിൽ, കുറച്ച് വർഷം കഴിയുമ്പം, വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർത്തെടുത്തിട്ട് പറയും, പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കറക്റ്റായല്ലോ എന്ന്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ ഒരാൾ നിങ്ങളെ അനുഗ്രഹിച്ചാൽ അത് കളയില്ല. ഒരുപക്ഷെ നിങ്ങൾ ചില സ്ഥലത്ത് പോകുമ്പോൾ, ചില പള്ളിയിൽ പോകുമ്പോൾ, ചില ആ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ്, മനസ്സിലൊരു പ്രചോദനം കിട്ടുവാണ്, ഈ മനുഷ്യൻ, ഈ വൈദികൻ, ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ ഒരു അനുഗ്രഹം പ്രാർത്ഥന കിട്ടിയായിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ആ വാക്കൊന്ന് കേട്ടായിരുന്നെങ്കിൽ, ആ മനുഷ്യൻ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ വരുന്ന ഒരു ശക്തിയുണ്ട്, നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ പണ്ട് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങളോടിങ്ങനെ പറഞ്ഞായിരുന്നു, അന്ന് ഞങ്ങൾക്കിത് ഒന്നും തോന്നിയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതായിട്ടാ തോന്നിയേ, പക്ഷെ അന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. പറഞ്ഞു തന്നെ നമുക്ക് ഓർമ്മയില്ല, അവർ ഓർമ്മപ്പെടുത്തുമ്പോഴാണ്, ഓ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വചനം ഒത്തിരി അനുഗ്രഹമാകുമെന്ന്.